നമ്മളെ 14ാം വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ഒരു വീഡിയോ ചെയ്തതിനെ. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇത്. നമ്മളിപ്പോൾ വേളത്തമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പ് കഴിച്ചിട്ടല്ലേ മമ്മി, അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ നമുക്ക് വഴിപാട് കഴിക്കാൻ പോകണം. എന്തെല്ലാം വഴിപാട് കഴിക്കണ്ട മമ്മി? മമ്മിക്ക് എന്താ കഴിപ്പിക്കണമെന്ന് പറഞ്ഞേ? പട്ടംതാലി, പിന്നെ നെയ്യാമൃതം അല്ലേ, പിന്നെ എല്ലാം ഉണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ നടന്നോ. എത്ര തേങ്ങ വാങ്ങണം? മക്കളെ തേങ്ങ കൂടി വാങ്ങിയല്ലോ, എല്ലാം കൂടി വാങ്ങിയിട്ട് എറിഞ്ഞ് പൊട്ടിക്കുക. നടക്കുക. സാധാരണ ഒന്നും എല്ലാവർക്കും വേണ്ടി തേങ്ങ പൊട്ടിക്കലില്ലേ? എന്നാൽ പിന്നെ അച്ഛനമ്മക്ക് എല്ലാം കൂടി അങ്ങ് പൊട്ടിക്കല്ലേ. ചറപറ കയറ്, ഞാൻ എറിഞ്ഞ് പൊട്ടിക്കൂ. അല്ല പിന്നെ വീഡിയോ എന്തുണ്ടെങ്കിൽ എന്തായാലും കുഴപ്പം തന്നെ ആയിരിക്കും. എന്താ കാലാവസ്ഥ അല്ലേ സതി? അടിപൊളി കാലാവസ്ഥ അതൊക്കെ, എല്ലാം നല്ല പച്ചപ്പ്. പിന്നെ നമുക്കായിട്ട് മഴയും ഇല്ല കേട്ടോ. മഴയുണ്ടെങ്കിൽ ആകെ പൊളിഞ്ഞാനെ പരിപാടി. അപ്പം വഴിപാട് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ശ്രുതിത നല്ല 2 തേങ്ങ നോക്കി എടുക്കുന്നുണ്ട്. ചെറുതാ, കുറച്ച് വണ്ണലുണ്ട്, എടുത്തോ പോരാ. അപ്പോൾ 2 തേങ്ങ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കൂടി തേങ്ങ വാങ്ങാന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് അതിനൊരു രസമില്ലല്ലോ ശ്രുതി, മക്കളെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി എറിഞ്ഞു പിടിക്കലേ രസം. അതുകൊണ്ട് തൽക്കാലം 2 മാത്രമുണ്ട്. പിന്നെ ശ്രുതിൻ്റെ ഏറ് കണ്ടേ, അത്ഭുതമായിരുന്നു. ഒരു പ്രാവശ്യം എറിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട. ശ്രുതി എങ്ങനെ എറിഞ്ഞാലുണ്ടല്ലോ ഫസ്റ്റ് ഏറ് പൊട്ടൂല ശ്രുതിൻ്റെ. ശ്രുതിക്കാക്കിലോ ഭയങ്കര പേടിയാവില്ല പൊട്ടിയില്ലെങ്കിൽ. വെള്ളാന്നല്ലേ, നല്ല ചളി വെള്ളം. ആഹാ, നല്ല സുഖല്ലേ ചവിട്ട. ഏത് മറ്റേ റീൽസ്. അപ്പോൾ ഇതാ തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കാൻ പോകുന്നുണ്ടേ. ശരിക്കും തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കലുണ്ടല്ലോ, നമ്മുടെ ഈ വിഘ്നങ്ങൾ മാറുക, പിന്നെ തടസ്സങ്ങൾ മാറുക, ദൃഷ്ടിദോഷങ്ങൾ മാറുക, ഇതൊക്കെയാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് വിശ്വസിച്ച് നമ്മളെറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇതൊക്കെ മാറി എന്നുള്ളൊരു തോന്നൽ, ആ തോന്നൽ സാധ്യമാകുന്നു. അത്രയും ആ തോന്നൽ സംഭവിക്കുന്നത് നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് അത് നടക്കുന്നുള്ള ഒരു സംഭവമാണ് കാര്യം. 100% നമ്മളൊന്ന് നടത്തണമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നടക്കുമെന്ന് വിചാരിച്ചാൽ അതെന്തായാലും നടക്കും. അതുപോലെയാണ് ഈ ചടങ്ങുകളെല്ലാം കൊണ്ടുള്ള ഒരു കാര്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവിടെയാണ് തേങ്ങ പൊട്ടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കണ്ടേ. റെഡി അല്ലേ? പൊട്ടുവാ ഇപ്രാവശ്യം. ഫസ്റ്റ് ഇയറിൻ്റെ പൊട്ടിക്കലുണ്ടല്ലോ, വളരെ അപൂർവം മാത്രം നടക്കുന്നൊരു സംഭവമാണ് മമ്മിക്ക്. ഇന്ന് ഞാൻ പൊളിക്കും അല്ലേ മമ്മി? അപ്പോൾ നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് ഒരു തേങ്ങയില്ല കേട്ടാ. നിൻ്റെത് പൊട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും തിരിയുമല്ലോ ഇപ്രാവശ്യം. ഇല്ല ഇവിടെ ഇത് എൻ്റെ അതാ പൊട്ടിയത് പറ്റ് വേറെ ഏതാ പൊട്ടിയത് കാണിച്ചോള്. അതിലോ അമ്മേ പ്രാർത്ഥിച്ചാ തലക്ക് ചുറ്റ്. അപ്പം ശ്രുതിൻ്റെ ഏറ് കണ്ടേ, ഇതുവരെ എറിഞ്ഞിട്ട് പൊട്ടിയിട്ടില്ല. ഇപ്രാവശ്യം എന്താണെന്ന് കണ്ടെന്നെ അറിയണോ. എന്നാൽ പിന്നെ പൊട്ടില്ലോ അമ്മേ? ഓക്കെ, എറിഞ്ഞോ? പൊട്ടണേ ദൈവേ, പൊട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഇന്ന് ഉറക്കുണ്ടാവില്ല ശ്രുതി. മോനെ പകരം വീട്ടു പോലെ എറിയട്ടെ. അട്ടാ നല്ല കണ്ടീഷനല്ലേ, 2 പീസ് നല്ല ഐശ്വര്യമുള്ള പൊട്ടലട്ടീര. അപ്പം ഞാൻ അറിയാലോ എന്നാല്. ഓക്കെ, മമ്മിക്ക് എന്തായാലും ഇന്ന് നല്ല വൃത്തിക്ക് ഉറങ്ങാം. എല്ലാവരും മനസ്സമാധാനം കിടന്നിരിക്കും അല്ലേ പൊട്ടിയില്ലെങ്കിൽ. എന്നാ പിന്നെ ഞാൻ നോക്കട്ടെ. അടുത്തത് ബൈജോണ്ട് വീഴാതെ അതെന്തായാലും പൊട്ടും, പറയാനൊന്നുമില്ല. ഞാനേ ഇവളെപ്പോ ഒരു ഊക്ക് വെച്ച് ഒരു ശക്തിയൊന്നും അറിയില്ല, വേറിട്ടല്ലോ എന്നെ പൊട്ടലാണ് സാധാരണ. ഇവളെ കുറ്റം പറഞ്ഞ് ഇത് പൊട്ടിയിട്ടില്ലെങ്കിൽ അത് കടിയാണ്. നോക്കാം. മമ്മി റേറ്റാ കളിയാക്കാൻ പഠിക്കണ്ട. എന്നാ പിന്നെ അറിയുന്നുണ്ടാ ശ്രുതി പൊട്ടിച്ചത് 2 പീസ് അല്ലേ? കറക്റ്റ് 2 പീസ്. എന്താ നോക്കിയാ ചിന്ന ഭിന്നമായിട്ട് നല്ലൊരു മൂലൊക്കെ കൂടിയതല്ലേ. അപ്പൊ എന്തായാലും നല്ല കറക്റ്റായിട്ട് പൊട്ടിനട്ടാ. കൊണ്ട് സമാധാനത്തോടെ പോലെ മമ്മി. ഞാൻ വിചാരിച്ച ശ്രുതി പൊട്ടതേ പൊട്ടതെന്ന് ശ്രുതി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പൊ തേങ്ങ പൊട്ടിച്ച് വിജയ് ഭാവിയായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് വിജയ് ഭാവിയായത്.
മക്കള് നല്ല മിക്കവാറും പൊട്ടല്ലേ? മക്കളും പൊട്ടി അച്ചൂട്ടൻ്റെതാണ് പൊട്ടാതെ കേട്ടാ. അച്ചൂട്ടൻ പിന്നെ കുഞ്ഞല്ലേ, പിന്നെ ഓളറിയുമ്പോന്നല്ലേ റബ്ബർ പോലെ അത് പോയി ഇങ്ങോട്ടേക്ക് വരും. മുമ്പ് എറിഞ്ഞിട്ട് ഒറ്റ ഓട്ടച്ചൂട്ടെ അങ്ങനെ 4ാമത്തെ പ്രാവശ്യം പൊട്ടിയെ. അത് ഈ നല്ല ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ പൊട്ടൂലെന്നാണല്ലേ ശ്രുതി? ഭയങ്കര ദൃഷ്ടിദോഷം അല്ലെങ്കിൽ സമയദോഷമല്ലാണെങ്കിൽ പൊട്ടൂലെന്നാണ്. എന്തായാലും ശ്രുതിന്റെ നല്ല പുഷ്പം പോലെ പൊട്ടിയിട്ടുണ്ട്. എന്റെ അത് എറിയതായിട്ടില്ല, ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ. പൊട്ടി ചിന്ന പിന്നെ അപ്പൊ കറക്റ്റ് ടൈം ആട്ടോ ശ്രുതി. എന്നാ പിന്നെ ഇവിടെ അപ്പൊ നമ്മള് അമ്പലത്തിന്റെ ഉള്ളിൽ കയറണല്ലേ മമ്മി? ഉള്ളിൽ ക്യാമറ ഇല്ലേ, അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് മതിയാക്കാം ഉള്ളിൽ കയറാം. എന്താ ശ്രുതി, നല്ല വിശപ്പെടുന്നല്ലേ രാവിലെ ഇറങ്ങിയോണ്ട്? ചുറ്റുമതലില് ക്യാമറ പറ്റൂല, അതുകൊണ്ട് ഉള്ളിലുള്ള വീടിന്ന് എടുക്കാൻ പറ്റില്ല അല്ലേ? ഇതിൻ്റെ ഉള്ളില നല്ല രസമല്ലേ? പക്ഷെ ക്യാമറ പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. പുറമേ നമ്മൾ ഒരമ്പലമുണ്ട്, അപ്പോൾ അവിടെയും പ്രാർത്ഥിച്ച് ഇനി ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് നമുക്ക് ഇറങ്ങാം. നല്ല വിശപ്പുണ്ടേ, അപ്പോൾ ഇവിടുന്ന് വെച്ച് പായസം പോകണം. ചോദിച്ചവരുടെ സ്തുതികാരന് ഓക്കെ. രണ്ടാളെ കൈയും പരിക്കാലേ കഴുകാൻ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ശ്രുതിയുടെ കൈ മാത്രം. ഇന്ന് പാൽപ്പായസം കുടിക്കണമെന്ന് വിചാരിച്ചില്ല. പായസം കഴിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഡപ്പ ഇല്ലാത്തോണ്ട് അവര് പറഞ്ഞു ഡപ്പ വാങ്ങിക്കണം. പായസം ഇവിടെ ഉണ്ട്, കഴിപ്പിച്ച വീട്ടിൽ കൊണ്ടുപോവാ, പാത്രം എടുത്ത് കൊണ്ടുപോകണ്ടേ. എന്തായാലും ഇതാ സംഗതി ശ്രുതി വിചാരിച്ച പോലെ തന്നെ കാര്യം നടന്നല്ല ശ്രുതി. ബെസ്റ്റുള്ളതുകൊണ്ടല്ലേ ഒരു എക്സ്ട്രാ ടേസ്റ്റ് എന്തായാലും ഉണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങിയ ഇന്ന് തിരക്കൊന്നുമില്ല ശരിക്കും, ഇതേപോലല്ലേ? തിക്കും തിരക്കൊന്നുമില്ലാണ്ട് അമ്പലത്തിൽ പോകുന്ന ഏറ്റവും നല്ല. അല്ലാണ്ട് ഈ ഉത്സവത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു ഭക്തി വൈബൊന്നും കിട്ടൂല. ഓക്കെ ഇല്ല, ഇവിടെ വണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം ഉണ്ടാവില്ല. എത്ര ജനങ്ങൾ വരുന്നുണ്ട് ഉത്സവത്തിന്, നമ്മൾ ഇന്നേ വരെ ആ ഭാഗത്ത് പോയില്ല. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ സ്ഥലമുണ്ട്, തിക്കും തിരക്കും. അത് പിന്നെ ഒരു ഭക്തി വൈബൊന്നും കിട്ടൂല. ഇതാകുമ്പോൾ നമ്മളെ മനസ്സിൽ നല്ല സമാധാനം. പിന്നെ ഇവിടുന്ന് പാൽപ്പായസം കിട്ടപ്പോൾ കുടലും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, സന്തോഷം. ഇങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പാൽപ്പായസം അതാ വിശക്കുന്ന ഞാൻ ഇവിടേക്ക് പറഞ്ഞ് തീരുമ്പോൾ അതാ ഒരാൾ വന്നിട്ട് പായസം വേണോ, ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഇതാണ് ഒരു കാര്യമുണ്ട്, നമ്മളെ സമയം ശരിയാകണ്ടല്ല. നമ്മൾ വിചാരിക്കുമ്പോൾ അവസാനം നമുക്ക് കൈമിൽ വരും. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടായതാണ്. നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് ഇതുപോലെ ഒരുപാട് ഒന്നും രണ്ടെന്നല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് എനിക്ക് ഷോപ്പിലാണ് ഉള്ളത്, വീട്ടിൽ പോകുന്ന സമയമല്ലോ മഴയല്ലേ എന്ന് വിചാരിക്കും. ഇറങ്ങുമ്പോഴത്തേക്കും മഴ കറക്റ്റായിട്ട് നിൽക്കലുണ്ട്. അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായി. ഞാനിത് ആരോടും പറയില്ല, എന്നാലും വീഡിയോയിൽ ഞാൻ പറയാം, നമ്മളെ സമയം കറക്റ്റാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു മാർഗ്ഗതടസ്സമോ കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച പാഠം. അപ്പോൾ നമ്മളിത്രയുണ്ട്, നമ്മളെ മനസ്സപ്പോൾ നല്ല പ്യുവറാക്കി വെക്കുക, കണ്ടീഷനാക്കി വെക്കുക, ബാക്കിയെല്ലാം നടന്നോളും. മമ്മി നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു മമ്മി? ഞാൻ നേരത്തെ പായസം വാങ്ങണം എന്ന് പറഞ്ഞല്ലേ, പാൽപ്പായസം. അപ്പൊ ഡപ്പയില്ല, അവര് പുറത്തുനിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആദ്യം പുറത്ത് പോകണ്ടേ, അതുകൊണ്ട് നമ്മള് വാങ്ങിയില്ല. അപ്പൊ പാൽപ്പായസം കയ്യിൽ വന്നില്ല. അപ്പോൾ നമ്മളെ 14ാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുന്നതാണ്. ലസതേ, എന്നാൽ പിന്നെ നമ്മളെ വീഡിയോ തന്നെ ഇവിടെ അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.